വെൽക്കം ടു ദ ക്ലാസ്. ഇന്നത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഫെയർ ട്രയലിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ നമ്മൾ ബെയിൽ, ആന്റിസിപ്പേറ്ററി ബെയിൽ, പ്രോസിക്യൂഷൻ, പോലീസ്, അറസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫെയർ ട്രയൽ, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെറ്റ് ചെയ്തത് തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാൾക്ക് ഒരു ഫെയർ ട്രയൽ അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരു വിചാരണ, മാന്യമായതും ശരിയായതും നീതിയുക്തമായതുമായിട്ടുള്ള ഒരു വിചാരണ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വിചാരണ അല്ലെങ്കിൽ ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ CRPC പ്രകാരം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ ആയിട്ട് ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അഡ്വേഴ്സറി സിസ്റ്റം ആണ്. വേറെ പലതരത്തിലുമുള്ള സിസ്റ്റംസ് ഉണ്ട്, അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ അഡ്വേഴ്സറി ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടും അത് അക്യൂസറ്റോറിയൽ ആണ്. ഇനി അക്യൂസറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അക്യൂസ്ഡ് ആയിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള ആളെയാണ് ഫേവർ ചെയ്യുന്നത് എന്ന് ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, അത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാള് കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് മുമ്പിൽ തെളിയുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല, മറിച്ച് കുറ്റാരോപിതൻ മാത്രമാണ്. അക്യൂസ്ഡ് ആണ്, കൺവിക്ട് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അയാൾ കുറ്റം ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നൊരു പ്രിസംഷൻ ജഡ്ജിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ അക്യൂസിറ്റോറിയൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത കുറ്റം അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്തു എന്നത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എപ്പോഴും പ്രോസിക്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരോപിതൻ കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ ജഡ്ജ് പ്രിസ്യൂം ചെയ്യുന്നത് ഇയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഇയാൾ കുറ്റം ചെയ്തു എന്ന് പറയുന്നത്? പ്രോസിക്യൂഷൻ ആണ്. പ്രോസിക്യൂഷൻ സാധാരണ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യും. കുറ്റം നടന്നു എന്ന് മാത്രമല്ല ആ കുറ്റം ഈ പറയുന്ന ആളാണ് ചെയ്തത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷന്റെയാണ്. അതിനുവേണ്ടി പ്രോസിക്യൂഷൻ സാക്ഷികളെ ഹാജരാക്കുകയും മെറ്റീരിയൽ എവിഡൻസ് കൊടുക്കുകയും പിന്നെ ആർഗ്യുമെന്റ്സ് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഓക്കെ, എന്നാൽ അതേസമയം ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ചലഞ്ച് ആണ് സത്യത്തിൽ അക്യൂസിറ്റോറിയൽ സിസ്റ്റത്തിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. അതായത് പ്രോസിക്യൂഷൻ പറയാണ് ഇയാൾ ഇന്ന കുറ്റം ചെയ്തു, ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു, അതിന് ഇന്ന ഇന്ന തെളിവുകളുണ്ട്, ഇന്ന സാക്ഷികളുണ്ട് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ ചലഞ്ച് ചെയ്യുക എന്നത് ഈ കുറ്റാരോപിതന്റെ ഒരു അവകാശമാണ്, അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ അവകാശമാണ്. അപ്പൊ അയാൾക്ക് അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്കും ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്യുകയും എവിഡൻസ് ഹാജരാക്കുകയും ക്രോസ് എക്സാമിൻ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള അവകാശം CRPC കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരു ട്രയലില് ജഡ്ജിന്റെ റോൾ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞുവല്ലോ, കുറ്റം ആരോപിക്കുകയും ആ കുറ്റം തെളിയിക്കുകയും ചെയ്യേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ ചാലഞ്ച് ചെയ്യാൻ ഈക്വലി കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു ലോയറെ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ കൊണ്ടുവരുമെന്നും അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ചാലഞ്ച് ചെയ്ത് പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാൻ അക്യൂസ്ഡിന് കഴിയും എന്നും ആണ് ഈ സിസ്റ്റം അസ്യൂം ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, പുവർ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് പ്രോസിക്യൂഷനോളം എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പോഷർ ഒക്കെയുള്ള ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവരാനോ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും പലപ്പോഴും സാധിച്ചു എന്നും വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? കുറ്റം തെളിയിക്കുക എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഐഡിയലി അഡ്വേഴ്സറി സിസ്റ്റത്തിലെ ജഡ്ജിന് പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല. ജഡ്ജിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു അമ്പയറുടെ റോളാണ്. കളി അവിടെ നടന്നുകൊള്ളട്ടെ, അവർ തമ്മിൽ കളിച്ച് ഒരു തീരുമാനത്തിലെത്തും. ആ കളിയെ നിയന്ത്രിക്കുക എന്ന റോള് മാത്രമാണ് ജഡ്ജിനുള്ളത് സാധാരണയാണെങ്കിൽ. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ, അതായത് പാസീവ് ആയിട്ടുള്ള ഒരു റോളാണ് ജഡ്ജ് അഡോപ്റ്റ് ചെയ്യണത് എങ്കിൽ
അത് പലപ്പോഴും കുറ്റം എളുപ്പത്തിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷനെ സഹായിക്കുക മാത്രമാവും ചെയ്യുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, ജഡ്ജ് ഒരു തരത്തിലും ഇടപെടാതെ പാസീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ട്രയൽ മൊത്തത്തിൽ അൺഫെയർ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ആരോപിതനായിട്ടുള്ള ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോ അയാൾക്ക് ഒരു വക്കീലില്ല, അയാൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അയാൾക്ക് ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നത്. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജഡ്ജ് ഷുഡ് പ്രൊവൈഡ് ലീഗൽ എയ്ഡ്. ഓക്കെ, അത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ അത് വേണ്ട എന്ന് പറയാം. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ജഡ്ജിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി ഫ്രെയിമിംഗ് ചാർജ്. സാധാരണ നിലയ്ക്ക് അഡ്വേഴ്സറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരാണ് കുറ്റം ഉണ്ട് എന്ന് പറയുന്നത്? പ്രോസിക്യൂഷൻ ആണ്. അപ്പൊ ചാർജ് ഫ്രെയിം ചെയ്യുന്നതും പ്രോസിക്യൂഷൻ ആയിരിക്കും. പക്ഷെ CRPC പറയുന്നത് അങ്ങനെയല്ല. ചാർജ് ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴും ജഡ്ജ് ആയിരിക്കും. അങ്ങനെ ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് ജഡ്ജ് എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചിരിക്കണം എന്നാണ് സെക്ഷൻസ് 228 മുതൽ 240 വരെയുള്ള സെക്ഷൻസിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി പ്രോസിക്യൂഷൻ എപ്പോഴെങ്കിലും ഒരു കേസ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനും കോടതിയുടെ പെർമിഷൻ ആവശ്യമാണ് സെക്ഷൻ 321 പ്രകാരം. ഇനിയോ ഇതൊന്നും പോരാഞ്ഞ് രണ്ട് ഭാഗക്കാരുടെയും വിറ്റ്നസ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ പോലും കോടതിക്ക് തോന്നുകയാണെങ്കിൽ കോടതിയുടെ ഇഷ്ടപ്രകാരം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്യാം. അതായത് അതുവഴി നിയമം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കപ്പെടും എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള നിരവധി പ്രൊവിഷൻസിലൂടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എൻഷുർ ചെയ്യുന്നത് ഒരു ഫെയർ ട്രയൽ ആയിരിക്കണം. പ്രോസിക്യൂഷന് പവർ ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കുറ്റം എളുപ്പത്തിൽ തെളിയിക്കപ്പെടാൻ പാടില്ല. പിന്നെ സെക്ഷൻ 229, 241, 251 തുടങ്ങിയ പല സെക്ഷൻസിലായിട്ട് പറയുന്നത് ഇപ്പോ അഥവാ അക്യൂസ്ഡ് പറയാണ് ഞാൻ കുറ്റം ചെയ്തു, പ്ലീഡിംഗ് ഗിൽറ്റി, അങ്ങനെയുള്ള സ്റ്റേറ്റിൽ പോലും കോടതിക്ക് തീരുമാനിക്കാം ഇയാൾ സത്യത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കോ, ഏതെങ്കിലും പ്രഷറിന്റെ പുറത്ത് പറയുന്നതായിരിക്കോ. അപ്പോ ആ പ്ലീ ഓഫ് ഗിൽറ്റി ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നത് പോലും കോടതിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതുവഴി കോടതി ഒരു വെറും എംപയറുടെ റോളിൽ നിന്നും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഫെയർ ആയിട്ട് നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലെവലിലേക്ക് ഫെയർ ട്രയൽ എന്നുള്ള പ്രൊസീജിയറിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ ട്രയൽ എങ്ങനെയാണ് നടത്തുന്നത്? ഈ ട്രയൽ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എവിടെ വെച്ചിട്ടാണ് ഈ ട്രയൽ നടത്തുന്നത്? സാധാരണയായിട്ട് എവിടെയാണോ ഈ സംഭവം നടന്നത് അതിന്റെ ജൂറിസ്ഡിക്ഷനിലായിരിക്കും ഈ ട്രയൽ സാധാരണയായിട്ട് നടത്തുന്നത്. അതല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ ട്രയലിന്റെ വെന്യൂ ഒരു ഫെയർ ട്രയൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി മാറ്റാനുള്ള അധികാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കോടതിയിലെ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് അക്യൂസ്ഡിന്റെ പ്രസൻസിൽ ആയിരിക്കണം അത് നടത്തുന്നത് എന്നതും ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. കാരണം പ്രതിയായ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് കണ്ട് മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുമുള്ള ഒരു അവസരം കൊടുക്കണം എന്നതുകൂടി ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സ്പിരിറ്റിലുണ്ട്. അതായത് ഈ നിയമം പറയുന്നത് സെക്ഷൻ 317 പ്രകാരം പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ അക്യൂസ്ഡിന്റെ പ്രസൻസിലല്ലാതെ പ്രൊസീഡിങ്സ് നടക്കാനേ പാടില്ല എന്ന് മാത്രമല്ല, റൈറ്റ് ടു നോ അക്യൂസേഷൻസ്. ഈ കുറ്റം ഒരാൾക്ക് ആരോപിച്ചാൽ അയാളോട് പറയണം എന്ത് കുറ്റമാണ് നിങ്ങൾ ആരോപിച്ചത്. ഇനി ഈ പ്രൊസീഡിങ്സ് നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന ഭാഷ ഈ അക്യൂസിന് പരിചയമുള്ളതല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കോടതികൾക്കുണ്ട്. അതായത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അക്യൂസിന് കൊടുക്കണം എന്നുകൂടി CRPC പല പ്രൊവിഷൻസിലായിട്ട് പറയുന്നു. സെക്ഷൻ 211 to 224 പറയുന്നതിന് പുറമെ
ഒരു പ്രതിക്ക് പോസിറ്റീവായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കാനുള്ള അവകാശം, ഒരു പ്രതിക്ക് വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശം തുടങ്ങി നിരവധി അവകാശങ്ങൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരാളെ കുറ്റം ആരോപിക്കുകയും അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുകയും ചെയ്യുന്നതിനിടയിൽ പരമാവധി നീതി ഉറപ്പാക്കണം എന്ന് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജഡ്ജിന്റെ ഉത്തരവാദിത്വമാണ്, അഥവാ ഞാൻ ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ അത്തരത്തിൽ കുറ്റം ചെയ്ത് ഡിസിഷൻസ് പറയുന്ന സമയത്ത് ഓരോ ഡിസിഷനും എന്തുകൊണ്ട് ആ ഡിസിഷനിൽ എത്തിച്ചേർന്നു, റീസൺഡ് ഡിസിഷൻസ് എന്നാണ് അതിന് പറയാ. അതിന്റെ കാരണം കൂടി ജഡ്ജി ബോധ്യപ്പെടുത്തണം. അതായത് ആ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രതിക്ക് അപ്പീലിന് പോകാനുള്ള സാഹചര്യം കൂടി ഉറപ്പുവരുത്തുന്നതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ഓരോ പ്രൊവിഷൻസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കൺസെപ്റ്റ് ഓഫ് ഫെയർ ട്രയൽ എന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ, please make use of my comment box. I'll be very happy to help.